പയറും വാഴയ്ക്കയും വെച്ചുള്ള പൊതയനാണ് ഞാനിവിടെ ആക്കുന്നത്. അതിനായിട്ട് 1 മണിക്കൂർ മുമ്പ് കുറച്ച് പയറെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് അരിച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറിനകത്തേക്കിട്ട് ഇതാണ് ഇത്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം, പയർ കാണുന്നതൊക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും 1/2 സ്പൂൺ ഉപ്പും പാകത്തിന് മഞ്ഞൾപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി ഒരു 4 കുക്കർ മൂടി 4 വിസിലിന് ചെറു തീയിൽ വേവിച്ചെടുക്കണം. അതിന് ശേഷം ഏത്തക്കയാണ് വേണ്ടത്. ഏത്തക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാളയംകോടൻ വാഴയ്ക്കയാണേ, അത് ഇതുപോലെ വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെച്ചതാണ്. അത് ഈ വെന്ത പയറിനകത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് മൂടി 1 വിസിലിന് വേവിച്ചെടുക്കണം. അതിന് ശേഷം അരമുറി തേങ്ങ, 2 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഈ ഉള്ളിയും കൂടെ മിക്സിയിലിട്ട് ഇതുപോലെ ഒതുക്കിയെടുക്കുക. ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഒതുക്കിയെടുക്കുക. നമ്മൾ ഈ വെന്ത് വാങ്ങി വെച്ചേക്കുന്ന ഈ കൂട്ടിനകത്തോട്ട്, പയറിനകത്തോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം, തിള വരണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടി തീയെ വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം കടുകും 2 വറ്റൽമുളകും ചെറിയ ഉള്ളി അരിഞ്ഞത് അതും പിന്നെ ഒരു 3 തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇളക്കി മൂപ്പിച്ച് നല്ലപോലെ മൂത്ത് വരുമ്പം നമ്മൾ ഈ ആക്കി വെച്ചേക്കുന്ന വാഴയ്ക്ക, അധികം വെള്ളം ചേർക്കാതെ ആക്കി വെച്ചേക്കുന്ന പൊതയും കണക്കിനുള്ളത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി, കണ്ടോ ഇതുപോലെ നല്ലപോലെ ഇളക്കി വാങ്ങുക. അധികം ചാറാക്കരുത്. ചാറാക്കാതെ കണ്ടോ ഈ സൈസിൽ, പൊതയൻ സൈസിൽ വാങ്ങി വെച്ചേക്കുന്നതാണ്. ചോറിന് കൂട്ടാൻ ബെസ്റ്റ് കറിയാണേ. എല്ലാവരും ഒന്ന് ആക്കി നോക്കുക. സബ്സ്ക്രൈബും ചെയ്യണേ.